അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഓരോ മുസ്ലിമും വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട റജബ് മാസത്തിൻ്റെ ഒരു 5 പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് വിവരിക്കുന്നത്. റജബ് മാസം സമാഗതമാകുമ്പോൾ എന്താണ് റജബ് മാസമെന്നോ ആ റജബ് മാസത്തിലുള്ള പുണ്യങ്ങൾ എന്തെല്ലാമാണെന്നോ അറിയാത്ത നിരവധി ആളുകൾ ഉണ്ടാകും. അവരുടെ ശ്രദ്ധയിലേക്ക് ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ആഴത്തിലിറങ്ങിയിട്ടുള്ള ഒരു ഗഹനമായ ചർച്ചയല്ല. ഒന്ന്, റജബുൻ ഷഹറുള്ള, അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് എന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത്. എന്താണ് അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ, റജബുൻ ഷഹറുള്ള വ ശഅബാനു ഷഹരി വ റമളാനു ഷഹറു ഉമ്മത്തി. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്, ശഅബാൻ എൻ്റെ മാസമാണ്, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്താണ് റജബ് അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ, 12 മാസങ്ങളുണ്ട്. ഈ മാസങ്ങളൊക്കെ അള്ളാഹു തആല അവൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി സൃഷ്ടിച്ച മാസങ്ങൾ തന്നെയാണല്ലോ. എന്നിട്ടും റജബിനെ മാത്രം അള്ളാഹു തആല അവനിലേക്ക് ചേർത്തി പറയാനുള്ള കാരണം പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ലികസറത്തിൽ മഗ്ഫിറത്തിൽ ഇബാദി, അവൻ്റെ അടിമകൾക്ക് അള്ളാഹു തആല ധാരാളം പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഒരു മാസമാണ് റജബ് എന്നതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അള്ളാഹു ആ മാസത്തിന് ചേർത്തിയത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അതിൽ നിന്നൊക്കെ മുക്തരായി പരിശുദ്ധമായ റമളാനിലേക്ക് ഒരുങ്ങാനുള്ള ഒരു മാസമാണ് റജബ് എന്നാണ് പണ്ഡിതന്മാർ നമ്മളോട് ഉത്ബോധനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മഹത്തുക്കൾ പാടിയത്, ബയ്യൽ സ്വഹീഫതക സൗദാ ഫി റജബി ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈ റജബ് മാസത്തിൽ നിന്റെ കറുത്തുപോയ ഏടുകളെ നീ വെളുപ്പിച്ചോ. കഴിഞ്ഞു പോയ മാസങ്ങളിലൊക്കെ തിന്മകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ട ഏടുകൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ സമർപ്പിക്കുന്ന ഏടുകൾ, അള്ളാഹു തആല നമ്മുടെ കയ്യിലേക്ക് വച്ചു തരുന്ന ഏടുകൾ, ആ ഏടുകളൊക്കെ കറുത്തുപോയിട്ടുണ്ട്. ആ കറുത്തുപോയ ഏടുകളെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് വെളുപ്പിക്കാനുള്ള ഒരു മാസമാണ്. അള്ളാഹുവിനോട് പാപമോചനം നടത്തി ആ ഏടുകളെ വെളുപ്പിക്കാനുള്ള മാസമാണ് റജബ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം, റജബ് ഇസ്രാ മിഅറാജിൻ്റെ മാസമാണ്. ഇസ്രാ മിഅറാജ് എന്ന് പറഞ്ഞാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുഅ്ജിസത്താണ്. ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല ഹബീബായ നബി തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഇസ്രാ മിഅറാജ് എന്ന് പറഞ്ഞ മഹാ അത്ഭുതങ്ങളുടെ നിഗൂഢതകൾ നിറഞ്ഞ ആ സംഭവമാണ്. ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സംഭവത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലം തന്നെ വളരെ പവിത്രവും വളരെ ചിന്തനീയവുമാണ്. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ജീവിതത്തിലെ ഒരുപാട് ക്ലേശങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാശ്വാസത്തിൻ്റെ ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ്, സമാശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇസ്രാ മിഅറാജിനെ അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ മാസങ്ങളുടെ കൂട്ടത്തിൽ ഇസ്രാ മിഅറാജ് എന്ന മഹാസംഭവത്തിനെ അല്ലാഹു തആല കൊണ്ടുവരാൻ തെരഞ്ഞെടുത്ത ഒരു മാസമാണ് റജബ് എന്നതുകൊണ്ട് റജബ് മാസത്തിന് വലിയ പ്രാധാന്യവും വലിയ മഹത്വമുണ്ട് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. മൂന്നാമത്തെ കാര്യം, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണ് റജബ്. 12 മാസങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട് അള്ളാഹു പവിത്രത നൽകിയ മാസങ്ങളുണ്ട്. തൻ്റെ ബദ്ധവൈരിയെയോ ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളെയോ നേർക്കുനേർ കണ്ടുമുട്ടിയാൽ പോലും ആയുധം തൊടാൻ പാടില്ല എന്ന് ഇസ്ലാമിൻ്റെ ആഭ്യർവകാലത്ത് ഇസ്ലാം നിയമമിറക്കിയ 4 മാസങ്ങളായിരുന്നു യുദ്ധം ഹറാമാക്കപ്പെട്ട് അള്ളാഹു പവിത്രത നൽകിയ 4 മാസങ്ങൾ.
ആ 4 മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം. അതിലൂടെ തന്നെ റജബ് മാസത്തിൻ്റെ പ്രാധാന്യവും അതിൽ നമ്മൾ അള്ളാഹുവിൽ കടുക്കേണ്ട, അള്ളാഹുവിനെ മാനിക്കേണ്ട, പരിശുദ്ധ ദീനിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട, നമ്മുടെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഒരു കാര്യം തന്നെ നമ്മെ ബോധവാന്മാരാക്കേണ്ടതാണ്. 4-മത്തെ കാര്യം, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റജബ് മാസം എന്നതാണ്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 2-മത്തതാണ് നിസ്കാരം. മാത്രമല്ല, നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറായി പോകുമെന്ന് വരെ അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നാളെ പാരത്രിക ലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന അമലും നിസ്കാരത്തെക്കുറിച്ചായിരിക്കുമെന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം, ഏറ്റവും മഹത്വമുള്ള അമലാണ് നിസ്കാരമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ നിസ്കാരത്തെ അള്ളാഹു നിർബന്ധമാക്കാൻ, അവൻ്റെ അടിമകൾക്ക് സമർപ്പിക്കാൻ തിരഞ്ഞെടുത്ത ഒരു മാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും അതിൽ കണിശത പുലർത്തുകയും ചെയ്യേണ്ട ഒരു സന്ദേശം കൂടി റജബ് മാസം നമുക്ക് നൽകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 5-മത്തെ കാര്യം, റജബ് മാസം ബറക്കത്തിൻ്റെ മാസമാണ്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ധാരാളം ബറക്കത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ് എന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബല്ലാത്ത 12 മാസങ്ങളിൽ നിന്ന് റജബല്ലാത്ത ഒരു മാസത്തിലും ദുആ ചെയ്തിട്ടില്ല, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഈ റജബ് മാസത്തിലും ഈ ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണമേ എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യണമേ എന്ന്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണമേ എന്നോ റഹ്മത്ത് ചൊരിയണമേ എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റുള്ള അനുഗ്രഹങ്ങളെ ഒന്നുമല്ല ചോദിച്ചത്. നേരെ മറിച്ച് അഭിവൃദ്ധിയെയാണ് ചോദിച്ചത്, ബറക്കത്തിനെയാണ് ചോദിച്ചത്. ഇത് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് റജബ് മാസത്തിൽ ധാരാളം അള്ളാഹു തആല ബറക്കത്ത് ചൊരിയുന്നുണ്ട്. ആ ബറക്കത്ത് നമ്മൾ ചോദിച്ചു വാങ്ങണം എന്നുള്ള ഒരു സന്ദേശമാണ് പരിശുദ്ധ ഹദീസിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ബറക്കത്തിലേക്ക് മെയിൻറ്റ് ചെയ്യാതെ, അള്ളാഹുവിൻ്റെ ആ ബറക്കത്തുകൾ ചോദിച്ചു വാങ്ങാതെ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കാതെ ഒരിക്കലും ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല. അടുത്ത ഒരു റജബിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. പരിശുദ്ധമായ റജബ് സമാഗതമാകുന്നതിന് മുമ്പ് മഹത്തുക്കളായ ആളുകൾക്ക്, മുൻഗാമികൾക്ക് രോഗം ബാധിച്ചാൽ അവർ പ്രാർത്ഥിക്കുമായിരുന്നത്രേ, അള്ളാഹുവെ, റജബ് എത്തുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ലേ എന്ന്, റജബിലേക്ക് ഞങ്ങൾക്ക് ആയുസ് കൊണ്ടായെന്ന്, റജബിൽ സാന്നിധ്യം അറിയിച്ചിട്ട് ആ റജബിൽ ഞങ്ങളെ മരിപ്പിക്കണേ എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ, മുൻഗാമികളായ സ്വാലിഹീങ്ങളായ സച്ചരിതരായ ആളുകൾ ദുആ ചെയ്യുകയും അങ്ങനെ റജബിൽ അവർ മരിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രകാരന്മാർ, ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ആ ബറക്കത്ത് കരസ്ഥമാക്കാനുള്ള അവരുടെ ആഗ്രഹമാണ് അതിൽ നിന്നെല്ലാം പ്രകടമാകുന്നത്. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട റജബ് മാസത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ഇബാദത്തുകളിൽ ഉണ്ടാവണം എന്ന് സാരം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.